നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി എഴുതിയ അഖണ്ഡജ്യോതിയുടെ 1951 ജൂൺ മാസത്തിലെ ലക്കത്തിൽ നിന്നുള്ള ചില പ്രധാന ആശയങ്ങളാണ്. കാലം എത്ര മാറിയാലും ഇതിലെ ജ്ഞാനത്തിന് ഒരു മാറ്റവുമില്ല. അപ്പൊ നമുക്ക് അതിലേക്ക് കടന്നാലോ? അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ചുറ്റും നോക്കിയാൽ സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ കാണും. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിൽ പലർക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നത്? ശരിക്കും എന്താണിതിന്റെ കാരണം? ഇതിനുള്ള ഒരു ഉത്തരമാണ് നമ്മളിന്ന് തേടുന്നത്. ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരം വേണമെങ്കിൽ ആദ്യം അതിന്റെ കാരണമെന്താണെന്ന് കൃത്യമായി അറിയണമല്ലേ? അപ്പോ ആചാര്യജി അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ നമ്മുടെയൊക്കെ ദുഃഖങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ, അതിന്റെ വേരുകൾ എവിടെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് നമ്മുടെ ദുരിതങ്ങൾക്ക് പിന്നിലുള്ളത്. ഒന്നാമത്തത് അവിദ്യ. അതായത് നമ്മൾ ശരിക്കും ആരാണ്, നമ്മുടെ ആത്മീയമായ സ്വഭാവം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. രണ്ടാമത്തത് നമ്മുടെ മനസ്സിനകത്തുള്ള മാലിന്യങ്ങളാണ്, ഈ ദേഷ്യം, അത്യാഗ്രഹം, അഹങ്കാരം, ഇതൊക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യം ഒരിടത്തും അവസാനിക്കാത്ത നമ്മുടെ ആഗ്രഹങ്ങളാണ്, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഓട്ടം. ഈ 3 എണ്ണമാണ് നമ്മളെ എപ്പോഴും ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നത്. ശരി, ഈ കാരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഈ ഒരു ഇരുട്ടിൽ നിന്ന് എങ്ങനെ പുറത്തുവരും? അതിന് വളരെ ശക്തമായൊരു വഴിയാണ് ആചാര്യജി മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഗായത്രിയുടെ പ്രകാശം, അല്ലെങ്കിൽ ഗായത്രി സാധന. അപ്പൊ എന്താണ് ഈ ഗായത്രി സാധന? ഇത് വെറുതെ ഒരു മന്ത്രമുരുവിടുന്ന പരിപാടി മാത്രമല്ല. നമ്മുടെ ഉള്ളിലെ അജ്ഞതയാകുന്ന ഇരുട്ടിനെ മാറ്റി ദിവ്യമായ ജ്ഞാനത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന വളരെ പവിത്രമായ, ശക്തമായ ഒരു ആത്മീയ പരിശീലനമാണിത്. പുസ്തകത്തിൽ പറയുന്ന ഒരു വാചകം നോക്കൂ: ഗായത്രിയിലൂടെ എല്ലാ ദുഃഖങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കും. ഇതൊരു ചെറിയ ഉറപ്പല്ല, അല്ലേ? എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഈ സാധനയുടെ ശക്തി ഇത്രത്തോളമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. എന്നാൽ ഈ ഗായത്രിയുടെ പ്രകാശം മാത്രം പോരാ. അതോടൊപ്പം നമ്മുടെ ഉള്ളിലും ഒരു വലിയ ശുദ്ധീകരണം നടക്കേണ്ടതുണ്ട്. ഇതിനെയാണ് ആചാര്യജി ചിത്തശുദ്ധി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിന്റെയും ബോധത്തിന്റെയും ഒരു ക്ലീനിംഗ്. ഈയൊരു മാറ്റം നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു വശത്ത് ദേഷ്യവും അത്യാഗ്രഹവും അഹങ്കാരവുമൊക്കെയായി എപ്പോഴും കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു മനസ്സ്, മറുവശത്ത് ശാന്തിയും സമാധാനവും സംതൃപ്തിയും വിനയവുമൊക്കെയുള്ള തെളിഞ്ഞ ഒരു മനസ്സ്. ഈ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് എത്തുക, അതാണ് ഈ ആന്തരിക ശുദ്ധീകരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ ഇതിൽനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് പുറത്തു നിന്ന് കിട്ടുന്ന ഒന്നല്ല. അത് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നട്ടുവളർത്തേണ്ട ഒന്നാണ്. അങ്ങനെ വളർത്താനാവശ്യമായ ആ നല്ല മണ്ണാണ് ഈ ആന്തരിക ശുദ്ധീകരണം. അപ്പോൾ ഈ ആത്മീയ യാത്ര നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എവിടെയാണിതിന്റെ അവസാനം? അത് ഭക്തിയുടെ ആ ഒരു പരമാനന്ദത്തിലാണ്. ഡിവൈൻ ബ്ലിസ് എന്ന് പറയില്ലേ, അത് നേരിട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ യാത്ര നമ്മളെ എത്തിക്കുന്നത്. ഉപാസന, അതായത് ആരാധന, അത് ശരിക്കും ഒരു പാലം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഈ പ്രപഞ്ചത്തിന്റെ ആകെ ഉറവിടമായ ആ ദിവ്യശക്തിയുമായി ബന്ധിപ്പിക്കുന്നു. ആ ഒരു കണക്ഷനാണ് യഥാർത്ഥ ആനന്ദത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈയൊരു അനുഭവം, ഈ ദിവ്യമായ ബന്ധം, അതൊന്നും നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ അളക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് വാക്കുകൾക്കൊക്കെ അപ്പുറമാണ്. ഹൃദയം കൊണ്ട് മാത്രം അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ്. ഈ ഏറ്റവും ഉയർന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബ്രഹ്മാനന്ദം. അതായത് ഈ ലോകത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കുന്ന സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു മഹാസമുദ്രം പോലെയാണ് ആ അവസ്ഥ. ആത്മീയതയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ഏതൊരാളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഇതുതന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം നമുക്കൊന്ന് ചുരുക്കി നോക്കാം. സമാധാനത്തിലേക്കുള്ള ഈ പാതയെ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം. അപ്പൊ പ്രധാനമായിട്ടും 4 സ്റ്റെപ്പുകളാണ് ഈ വഴിയിലുള്ളത്. ഒന്നാമത്തേത്, നമ്മുടെ ദുരിതങ്ങളുടെ കാരണമെന്താണെന്ന് തിരിച്ചറിയുക. അതായത് നമ്മുടെ അറിവില്ലായ്മയും മനസ്സിലെ നെഗറ്റിവിറ്റിയുമാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുക. 2, ആ ഇരുട്ടിനെ അകറ്റാനായി ഗായത്രി സാധന എന്ന പ്രകാശം ഉപയോഗിക്കുക. 3, നമ്മുടെ മനസ്സിനെ എപ്പോഴും ശുദ്ധിയായി വയ്ക്കാൻ ശ്രമിക്കുക. 4, അവസാനത്തേതുമായി ആത്മാർത്ഥമായ ആരാധനയിലൂടെ ആ പരമമായ ആനന്ദം, ബ്രഹ്മാനന്ദം എന്ന അവസ്ഥയിലേക്കെത്തുക. ഈയൊരു വഴിയാണ് യഥാർത്ഥ സമാധാനത്തിലേക്കുള്ളത്. അപ്പോ ഇതെല്ലാം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്.
ചുറ്റും ഇത്രയധികം ബഹളങ്ങളും പ്രശ്നങ്ങളുമുള്ള ഇന്നത്തെ ഈ ലോകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഈ ആത്മീയതയുടെ തിരുനാളം കെട്ടുപോകാതെ ജ്വലിപ്പിച്ചു നിർത്താൻ നമുക്കിങ്ങനെ കഴിയും.